ഈ അടുത്തിടെ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമാണ് പൂനെയിലുണ്ടായത്. ചെറുപ്പക്കാരിയായ ഒരു യുവതി വർക്ക് പ്രഷർ കാരണം മരണപ്പെടുകയാണ് ഉണ്ടായത്. കോർപ്പറേറ്റ് ലൈഫ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ചെറുപ്പക്കാർ വളരെ കുറവായിരുന്നു. മെട്രോ സിറ്റീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതിനു ശേഷം അവിടുത്തെ കോർപ്പറേറ്റ് ലൈഫ് എൻജോയ് ചെയ്യുക, ഇതൊക്കെയായിരിക്കും ചെറുപ്പക്കാരായിട്ടുള്ള പല ആൾക്കാരുടെയും സ്വപ്നം. പക്ഷേ ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എത്രത്തോളമാണ്, അതിനെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. ഡോക്ടർ സജീവ് ഗുഡ്ഡോൾ സാറാണ്. സാർ, നമസ്കാരം. ഇപ്പൊ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമാണ് പൂനെയിലുണ്ടായത്. ചെറുപ്പക്കാരിയായ യുവതി വർക്ക് പ്രഷർ കാരണം മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോ ഇതേപോലെ ഒരുപാട് ആൾക്കാർ, ഈ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ സ്വപ്നം കണ്ട് മെട്രോ സിറ്റീസിലോട്ട് പോയിട്ട് പല കോർപ്പറേറ്റ് ലൈഫിലും കോർപ്പറേറ്റ് ജോലികൾ പ്രവേശിച്ചതിന് ശേഷം ഈ പറഞ്ഞ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന് സാർ എങ്ങനെയാണ് സംഭവിക്കുക? നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉള്ള ചെറുപ്പക്കാരില് ഈ പ്രത്യേകിച്ച് കൊമേഴ്സ് അല്ലെങ്കിൽ MBA ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന്റെ ഒരു ഡ്രീമാണ് ഒരു ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ അല്ലെങ്കിൽ പൂനെയിലോ ഒക്കെയുള്ള ഒരു MNC കമ്പനി, ഏതൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉള്ള ഒരു കോർപ്പറേറ്റ് ജോബ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. കേരളത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ജോബ്സിനുള്ള അവസരങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ഇങ്ങനെ സ്വപ്നം കാണുന്നത്. അപ്പോ ഒരിക്കല് എനിക്കൊരു ഈ കോർപ്പറേറ്റ് വേൾഡിലുള്ള ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ എന്റെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ഒരു പേഷ്യൻസ് ആണ് നമ്മുടെ ഓരോ അനുഭവങ്ങൾ പറയുന്നത്. അപ്പൊ കേരളത്തിൽ തന്നെ ഒരു ടെലികോം കമ്പനിയുടെ ഒരു സ്റ്റേറ്റ് ഹെഡ് ഒരിക്കൽ വന്നു പേഷ്യന്റ്. അപ്പൊ അദ്ദേഹത്തിന് BP കൂടുതലായിട്ട് ഒരുപാട് നാളായിട്ട് കൺട്രോൾ ആകുന്നില്ല. എത്ര മെഡിസിൻ കഴിച്ചിട്ട് പ്രഷർ കൺട്രോൾ ആകുന്നില്ല BP. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തെ കാണാനായിട്ട്. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ അദ്ദേഹം ഓൾറെഡി 3-4 ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. നമ്മൾ മെഡിസിൻസ് അതിന്റെ മാക്സിമം ഡോസിലാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിന്റെ വൈഫും കൂടെയുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ബ്ലഡ് പ്രഷർ 200-120 ആണ് ആദ്യം പോകുമ്പോൾ. രണ്ടാമത് വന്ന സമയം നോക്കുമ്പോഴും സെയിം ബ്ലഡ് പ്രഷറാണ്. ഒരു 30-32 ഇയേഴ്സ് ഉണ്ട് പ്രായം. അപ്പൊ ഞാൻ അദ്ദേഹം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ഒരു പേഴ്സണൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യാൻ നോക്കും. കാരണം വൈ ഇറ്റ് ഹാപ്പൻസ്, അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കിംഗ് പാറ്റേണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ വർക്കിംഗ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൈകിട്ട് രാവിലെ നമുക്ക് അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മളെ വർക്ക് തുടങ്ങും. വൈകുന്നേരം ഏകദേശം ഒരു 9 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം എന്നുള്ളത്. ഇപ്പൊ 9 മണി കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഈ കേരളത്തിലുള്ള മേജർ സെന്റേഴ്സിന്റെ ഒക്കെ ബോംബെയിലേക്ക് റിപ്പോർട്ടിംഗ് കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പണി. അപ്പൊ പറഞ്ഞു, ഇത് നമുക്കൊരു ശ്വാസം വിടാൻ അതിനിടയ്ക്ക് ഒരു സമയം കിട്ടൂല. ഈ 9 മണി മുതൽ 12 മണി വരെ ഈ ബോംബെ എന്നുള്ള ഹിന്ദിയിലുള്ള മാർവാടിയുടെ ചീത്ത കേക്കലാണ് പുള്ളിയുടെ പണി. ഒരു 3-3.5 മണിക്കൂർ. ഈ വീട്ടിലെ അറ്റ്മോസ്ഫിയർ തീരെ മോശം. അതുപോലെ ഇതാണ് വൈഫ് എന്റെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഹൈ ടെൻഷനാണ്. ഇയാള് ഫോണിയുടെ ലവ് ഈ ബോംബെന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കണം. അപ്പോ ഒരു 12 മണിയായത് ഇയാളുടെ ഇത് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്തും എവിടെ നിന്നും കോൾ വരും. ഇതാണ് സിറ്റുവേഷൻ. ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ ഹൈലി സ്ട്രെസ്ഡ് ആണ്. അപ്പൊ ഇത്ര അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായി, കൊടുക്കാവുന്ന മെഡിസിൻസിന്റെ മാക്സിമം കൊടുത്തിട്ട് പ്രഷർ 200 നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഈ രീതി പോവുകയാണെങ്കിൽ അദ്ദേഹം വലിയ താമസമില്ലാതെ തട്ടിപ്പോകും, അത് ഈ ആയുസിന് ബാക്കിയില്ല എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ അവർക്കത് ഭയങ്കര വിഷമായി പോയി. കാരണം വലിയൊരു EMI ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. EMI ലോൺ എടുത്തിട്ടുണ്ട്, നല്ലൊരു സാലറി ഉണ്ട് താനും, എന്നാൽ ജോലി വിടാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് പ്രോബ്ലം ശരിയല്ല, ഈ രീതി പോയാൽ ശരിയല്ല എന്ന് പുള്ളിക്ക് അറിയാൻ വ്യക്തമുണ്ട്. പക്ഷെ പുള്ളിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു വഴിയില്ല. അപ്പോ അവസാനം അന്നും നമ്മൾ മെഡിസിൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് പറഞ്ഞു കൊണ്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ ക്വിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഞാനിവിടെ പേപ്പർ ഇട്ടു. അദ്ദേഹത്തിന്റെ BPയുടെ മെഡിസിൻ 4 മെഡിസിൻസ് കഴിച്ചു സിംഗിൾ ടാബ്ലറ്റിലേക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പൊ ഈ കോർപ്പറേറ്റ് ലൈഫ് എന്തുമാത്രം അവരെ അഫക്ട് ചെയ്യുന്നുള്ളത് റിയൽ വേൾഡ് ആയിട്ട് അദ്ദേഹത്തിന് ശരിക്കും ക്ലിയർ ആയിട്ടുള്ള ലൈഫ് എക്സാമ്പിൾ പുള്ളിക്ക് മനസ്സിലായി. പുള്ളിയുടെ അടുത്ത് പല ഡോക്ടർമാരുടെ അടുത്ത് പോയെങ്കിലും പുള്ളിയുടെ ആയുസ് തീരെ കുറവാണെന്ന്, പുള്ളി മരിച്ചു പോകുന്ന മുഖത്ത് നോക്കി ഒരു ഡോക്ടർമാർ പറയില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. അതായത് ഈ ജോലി ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പൊ ഈ കോർപ്പറേറ്റ് വേൾഡില് ഒരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ജോലിയേക്കാൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ നമ്മൾ ഈ അടുത്തിടെ കേട്ട വേറൊരു ന്യൂസാണ്, കൽക്കട്ടയിലെ ഒരു ഡോക്ടർ 36 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞ് 36 അവേഴ്സ് നോൺ സ്റ്റോപ്പ് ആയിട്ട് ജോലി എടുത്തിട്ട് ആ റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്
ആ ഡോക്ടർക്ക് അങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഒരു നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ തെറ്റ് കൂടാതെ നമുക്കൊരു 36 മണിക്കൂർ ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കൊന്നുമില്ല. അപ്പൊ ഇതിനിടയ്ക്ക് തെറ്റുകളെല്ലാം നമ്മള് മണ്ടത്തരങ്ങൾ കാണിച്ചിരിക്കും. കാരണം നമ്മൾ ഉറങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഈ ഡോക്ടർ എന്തുകൊണ്ട് നോ എന്ന് പറഞ്ഞില്ല എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് നമ്മൾ കേട്ടു. എന്തുകൊണ്ട് ഈ ഡോക്ടർക്ക് നോ എന്ന് പറയാം? ഈ ഡോക്ടർക്ക് അല്ലെങ്കിൽ എന്റെ ഈ റിലയൻസിന്റെ കമ്പനിയിലുള്ള ആളുകൾക്ക് നോ എന്ന് പറയാൻ പലപ്പോഴും സാധിക്കില്ല. കാരണം അവർ ട്രാപ്പിൽ പെട്ടുപോയി. ഈ ട്രാപ്പിൽ പെട്ടുപോയി ഇവരുടെ മോളിലുള്ള സീനിയേഴ്സിനും ബോസിനും ഒക്കെ നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യണം. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു എപ്പിസോഡിനകത്തോ ഈ ഒരു പ്രോഗ്രാമിനകത്തോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്നായിരുന്നു നമ്മുടെ ഒരു പോളിസി. എങ്കിലും ഇത്തവണ എന്റെ ഒരു സ്വന്തമായിട്ടുള്ള അനുഭവം ഞാൻ പറയാം. എന്റെ മകള് MBA രാജഗിരി കോളേജിൽ നിന്ന് കഴിഞ്ഞ ശേഷം അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്നു. ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്ന സമയത്ത് ഡെലോയിറ്റിൽ നിന്നുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്നു. അപ്പൊ അതിനകത്ത് ഇവൾക്കും വേറൊരാൾക്കും മാത്രം കിട്ടിയില്ല, ബാക്കി ബാച്ചിലുള്ള എല്ലാവർക്കും കിട്ടി. അപ്പൊ അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. അവിടെ വീട്ടിൽ പൊട്ടിക്കരഞ്ഞാ വീട്ടിൽ വന്നത് ഏതാണ്ട് ലോകം അവസാനിച്ചു എന്നുള്ള മട്ടിലാണ്. അത്രയ്ക്ക് വിഷമത്തോടുകൂടിയാണ് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡെലോയിറ്റിന്റെ ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്നപ്പോൾ അവള് സെലക്ടഡ് ആയി. ഏറ്റവും കൂടുതൽ ഇത്രയും സന്തോഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തുമാത്രം ഇവര് ഇതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന്, ഒരു കംപ്ലീറ്റ് ഫ്രീഡം, രണ്ടാമത് നല്ലൊരു ശമ്പളമുള്ളൊരു ജോലി, മൂന്നാമത് ഒരു കോർപ്പറേറ്റ്. ഇതാണ് നമ്മള് ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡ്രീംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. ഇനി ഇതിന്റെ പുറകിലുള്ള കാണാപ്പുറങ്ങളാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ പലപ്പോഴും ഇത് മാത്രമേ കാണുന്നുള്ളൂ. ആദ്യത്തെ ഒരു വർഷം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ഒരു വർഷം ഡെലിവറിയിൽ വളരെ ഹാപ്പി ആയിരുന്നു, വളരെ സന്തോഷം. രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും വർക്ക്ലോഡ് കൂടി. ഇവരുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 11 മണി മുതൽ രാത്രി 9 മണിയൊക്കെയാണ്. രണ്ടാമത്തെ വർഷം ഒരു സമയത്തും 9 മണിക്ക് പണി തീരില്ല. വർക്ക് തീരുന്നത് രാത്രി ഒരു 12 മണി 1 മണിയാകുമ്പോഴാണ് വർക്ക് തീരുന്നത്. ശരിക്കും പറഞ്ഞാൽ MNC ഇതുപോലെ ഡെലോയിറ്റ് പോലുള്ള ഒരു കമ്പനി ഒരു പ്രത്യേകിച്ച് ലേഡി സ്റ്റാഫിന് വീട്ടിൽ കൊണ്ടുവിടാനുള്ള ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്യുന്ന ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ കമ്പനി ഡിഡ് നത്തിങ്. അപ്പൊ ഓരോ ദിവസം ഒന്നുകിൽ 1-2 ഫ്രണ്ട്സിന്റെ കൂടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ മാനേജർ തന്നെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവിടും. ചില ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് ഊബർ എടുത്ത് രാത്രി 1 മണിക്ക് വീട്ടിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, നീ ഇങ്ങനെ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളെ വിളിക്കും. അപ്പൊ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ ഫോൺ വിളിക്കും. യൂബറിൽ കയറി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നവരെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ആണ്, ഡിസ്റ്റർബ്ഡ് ആണ്, അവരും കംപ്ലീറ്റ് ഡിസ്റ്റർബ്. അപ്പൊ ഒരിക്കൽ ഞങ്ങൾ ഹൈദരാബാദ് ചെന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളുടെ മാനേജറുടെ അടുത്ത് കയറി പറയാം, നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈ കുട്ടി ഇങ്ങനെ രാത്രി 1 മണിക്ക് ഒറ്റയ്ക്ക് വിടരുത്. അതിനുള്ള ചെയ്യുന്ന ഒട്ടും സേഫ് അല്ല. കാരണം ഹൈദരാബാദ് എന്നുള്ള സ്ഥലത്ത് രാത്രി 1 മണി എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല. സംഗതി ഇത്രയും ദൂരെ നിൽക്കുന്നതാണ്. അപ്പോ അത് കുട്ടികൾ സമ്മതിക്കില്ല. കാരണം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ അടുത്ത പെർഫോമൻസ് അപ്രൈസലിലോ അല്ലെങ്കിൽ പ്രൊമോഷനകത്തോ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കുട്ടികൾക്ക് പേടിയാണ്. ഇപ്പൊ ഈ രാത്രി 11 മണി മുതൽ രാത്രി 12-1 മണി വരെ നിന്ന് ജോലി ചെയ്ത് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ അവർക്ക് നോന്ന് പറയാനുള്ള മടി. പക്ഷെ രണ്ടാമത്തെ വർഷം അവസാനമായപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഇത് പരിപാടി നടക്കില്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഫാമിലി ലൈഫിന് ഇത് ഒട്ടും ചെയ്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ ജോയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? അപ്പൊ മോൾ പറഞ്ഞാണ് 2010 ജോയിൻ ചെയ്ത ഒരാൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാവരും 2 വർഷം കഴിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയി. അപ്പൊ ഈ കോർപ്പറേറ്റ് ലൈഫിന്റെ നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ല സാലറി കിട്ടുന്നുണ്ട്. വർക്കിംഗ് ടൈമിന് ഒരു കണക്കില്ല. വർക്കിംഗ് ടൈം 9 മണിക്ക് തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോൺ കോള്, അത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ്സ്, രാത്രിയിൽ വർക്ക്ലോഡ് കൊടുക്കുന്നു. ഇപ്പൊ ഈ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയാം. അവര് വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഫോൺ കോളാണ്, അടുത്ത അസൈൻമെന്റ്സ് കൊടുക്കുന്നു, അത് വർക്ക് ചെയ്യണം, പകൽ മുഴുവൻ വർക്ക് ചെയ്യണം, അതുകൂടാതെ രാത്രി മുഴുവൻ വർക്ക് ചെയ്യണം, രാവിലെ. ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ഡൗൺ ആണ്. ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. അപ്പൊ ഇവരുടെ ആ ഒരു ഹെൽത്ത്, ഇങ്ങനത്തെ സ്ട്രെസ് വരുമ്പോഴത്തേക്കുള്ള ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ അവര് തന്നെത്താനെയുള്ള കെയർ കംപ്ലീറ്റ് പോകും. അവർ എക്സസൈസ് ഇല്ല, അവരുടെ ഡയറ്റ് ഇല്ല, അവർക്ക് തോന്നിയ സമയത്ത് ആഹാരം കഴിക്കും, കഴിച്ചില്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ ഉള്ള സംഗതികളൊന്നും ഉണ്ടാവില്ല, മെന്റൽ റിലാക്സേഷൻ ഒന്നുമില്ല, പെട്ടെന്ന് ഏജിങ് വരും.
നമ്മൾ ഇങ്ങനെയുള്ള അവരെ കാണുന്നുണ്ട്. ഒരു 30 വയസ്സ് 35 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് ഡയബറ്റീസ്, പ്രഷർ, ഹാർട്ട്, ഒരു സ്റ്റെന്റ്, ഒരു ഹാർട്ട് അറ്റാക്ക്, ഇതെല്ലാം വളരെ കോമൺ ആണ്. ചില പേഷ്യൻസ് ഇതുപോലെ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാരണം ഈ സ്ട്രെസ് കാർഡിയോമയോപ്പതി, സ്ട്രെസ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് പെട്ടെന്ന് ഇതുപോലുള്ള സ്ട്രെസ് കണ്ടോനെ ഒന്നിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഹാർട്ടിന്റെ മസിൽസ് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് ഡയലേറ്റ് ചെയ്യും. ഡയലേറ്റ് ചെയ്ത് ചില സമയത്ത് ഹാർട്ട് പോകും. അപ്പൊ നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ അതിന് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്നായിട്ട് നിന്നിട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഈ സ്ട്രെസ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഗതി പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളെ പല ലെവലിൽ അഫക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കുട്ടിയുടെ വീണ് മരിച്ചു പോയോണ്ടാണ് ഇത് ഓൾ ഇന്ത്യ ന്യൂസ് ആയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ന്യൂസ് ആവണം, ആരും അറിയണമെന്ന് കൂടിയില്ല പല സമയം. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ അത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഡിസ്റ്റിങ്ഷനോട് കൂടി CA പാസ്സായി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. സോ നമുക്കത് വളരെയധികം വിഷമവും വേദനയും ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാതാപിതാക്കളെ പോലെ തന്നെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയോടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബാംഗ്ലൂർ ഡ്രീംസ് എന്ന് പറയുമ്പോൾ ഉടനെ അതിന്റെ പുറകെ ഓർഡർ എന്ന് വെച്ചാൽ എല്ലാ MNC കമ്പനീസും ഇങ്ങനെയല്ല. ഒരുപാട് കമ്പനീസ് നല്ല വർക്കിംഗ് പാറ്റേണും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും എല്ലാം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. വർക്കിംഗ് ടൈം ഫിക്സ് ആണ്, സ്ട്രെസ് ഫ്രീ ആക്കുക, ലീവ് കമ്പൽസറി ആയിട്ട് എടുക്കുക, ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കമ്പനീസും ഉണ്ട്. പക്ഷെ ചില കമ്പനീസ് ഈ രീതിയിൽ അത് കൂടുതലുള്ളത് IT ഫേംസിനും ഓഡിറ്റിംഗ് ഫേംസിനുമാണ്. സർ, അതിനകത്ത് ഈ അക്യൂട്ട് സ്ട്രെസ് ആൻഡ് ക്രോണിക് സ്ട്രെസ് ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ക്രോണിക് സ്ട്രെസ്സിനകത്ത് അതിന്റെ റീസൺസ് വളരെ ക്ലിയർ ആണ്. കാരണം അവർ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പാടില്ല. ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് ക്രോണിക് സ്ട്രെസ്. കാരണം വെച്ചാൽ അവർക്കൊരു ക്രോണിക് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതാണ് ഈ ക്രോണിക് സ്ട്രെസ്സിന്റെ കാരണം. അക്യൂട്ട് സ്ട്രെസ് ഞാൻ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബാഡ് ന്യൂസ്, അങ്ങനെ അതാണ് പെട്ടെന്നൊരു ഫൈനാൻഷ്യൽ ലോസ്. ഇപ്പൊ ഞങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും വന്നിട്ടുണ്ട്. കാരണം അവർ നോക്കി നിൽക്കുമ്പോൾ അവരുടെ സമ്പാദ്യം മുഴുവൻ 4-1 കുറഞ്ഞു പോണത് 2006, 2007 സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഹാർട്ട് അറ്റാക്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഹാർട്ട് അറ്റാക്ക് തന്നെയല്ല, ചിലപ്പോൾ കാർഡിയക് അറസ്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേര്. ചിലർ പോയി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അവരുടെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് പോയിട്ട്. നമ്മൾ അതുപോലെയുള്ള കഥകൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ആ കണ്ടമാനം എമൗണ്ട് ഓഫ് സ്ട്രെസ് ഹോർമോൺസ്, പ്രത്യേകിച്ച് കോർട്ടിസോൾ, അഡ്രിനാലിൻ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് പ്രഷർ ഹൈ, കണ്ടമാനം ബ്ലഡ് പ്രഷർ ഷൂട്ട് ചെയ്യും അവിടെ. അതാണ് ഈ ഒരു കാർഡിയക് അറസ്റ്റും അതുപോലെ തന്നെ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് ഉണ്ടാക്കുന്നതിന്റെ കാരണം. സർ, ഈ സ്ട്രെസ് ലെവൽ മെയിൽ ആൻഡ് ഫീമെയിലില് ഏത് രീതിയിലായിരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത്? കൂടുതലും സ്ത്രീകളിൽ കൂടുതൽ ഈ ക്രോണിക് സ്ട്രെസ് ആണ് കൂടുതലായിട്ടുള്ളത്. ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് അണ്ടർലൈൻ പ്രോബ്ലംസ് ഒക്കെയാണ്. അതിന് കുറച്ച് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ടുവേർഡ്സ് മെനോപോസ് അവർക്ക് ആ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോൾ അവർക്ക് ആ സ്ട്രെസ്സിന്റെ ആ ഒരു ബാഡ് ഇഫക്റ്റ് അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട്. അപ്പൊ വിമനാണ് ഈ സ്ട്രെസ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. പിന്നെ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് പല വെന്യൂസ്, അവർക്കൊന്ന് ഫ്രീ ആയിട്ട് പുറത്തു പോകാനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കൂടുതലായിട്ട് മിക്സ് ചെയ്ത് എവിടെയെങ്കിലും പുറത്തു പോകാൻ ഒക്കെയുള്ള അങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതലുണ്ട്. അതേസമയത്ത് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ആ ഒരു അവസരങ്ങൾ ഒക്കെ കുറവാണ്. അപ്പൊ അവർക്കാണ് അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. പല സമയത്തും പേഷ്യൻസ്, ലേഡീസ്, അവർക്ക് ഇങ്ങനെ നമുക്കൊന്നും വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സിംറ്റംസ്, അവിടെ വേദന, ഇവിടെ വേദന, കഴുത്ത് വേദന, തലവേദന. അപ്പൊ നമുക്ക് ഈ ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ അറിയാം നമുക്ക് ഒരുപാട് പേരെ ക്രോണിക് അണ്ടർലൈൻ സ്ട്രെസ്സിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഇവരുടെ ഈ ടെൻഷൻ ഹെഡേക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ടെൻഷൻ കൊണ്ട് മാത്രം ഹെഡേക്ക് വരും, കാരണം ഈ മസിൽസ് എല്ലാം വലിഞ്ഞു മുറുകുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ മസിൽ പെയിൻസ് വരാൻ ഇഷ്ടം പോലെ, ഒരുപാട് ആൾക്കാർക്ക് ചെസ്റ്റ് പെയിൻ വരാറുണ്ട് ഈ സ്ട്രെസ് കൊണ്ട് മാത്രം. അപ്പൊ അത് നമ്മൾ ആ കാര്യങ്ങൾ എന്താന്നുള്ള, സ്ട്രെസ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഡിസീസ് വരാറുണ്ട്, സ്ട്രെസ് കൊണ്ട് ഹാർട്ട് ഡിസീസ് അല്ലാത്ത നെഞ്ചുവേദനയും വരാറുണ്ട്. അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഡിസെക്ട് ചെയ്താലേ നമുക്ക് ഇത് തമ്മിൽ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്നും എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മതിയായി പറ്റും. സാർ പറഞ്ഞ ശരി. അപ്പം ഈ ആണുങ്ങളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇവര് ഈ ഒരുപാട്
ഹാബിറ്റ്സിലോട്ട് മാറാനുള്ള സാധ്യത ചാൻസ് കൂടുതലാണ്. ഉണ്ട്. ഇപ്പം മെട്രോ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈ ഹാബിറ്റ്സ്. അവർക്ക് സ്ട്രെസ് ഇല്ലാത്തവരും ഹാബിറ്റ്സിലേക്ക് പോകുന്നുണ്ട് ഇഷ്ടംപോലെ. അതെ. സ്ട്രെസ് ഉള്ളവർ ഹാബിറ്റ്സിലേക്ക് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അല്ല, അപ്പൊ അവരതിന് പോകുമ്പോഴത്തേക്ക് അവര് ഇപ്പം സ്മോക്കിങ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്ന അതിലൂടെ അവർക്ക് എന്തൊക്കെയോ റിലീഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു മിത്താണ്. അപ്പം അത് എത്രത്തോളമാണ് നമ്മളെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ അത് മാറ്റിക്കളയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എപ്പോഴും നമുക്കൊരു ഒന്നെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ്, അപ്പൊ നമുക്ക് സംസാരിക്കുന്നതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് എന്ന് പറയുന്ന ആള് ഇഷ്ടംപോലെ ആളുകൾ കണ്ടിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരു മുന്നിൽ ഒരു ഡോർ അടഞ്ഞിരിക്കുകയാണെങ്കിൽ തുറന്നു കിടക്കുന്ന ഒരു ഡോർ ഏതാണെന്ന് ഈ എക്സ്പേർട്ട് നമ്മൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്ന് പറയുന്നതല്ല. നമ്മൾ ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും കാണാത്ത രീതിയിൽ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാനായിട്ട് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും വിചാരിച്ചാൽ നടക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടണം എന്നുള്ളത് തീർച്ചയായിട്ടും. നമ്മളിപ്പം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്കഷൻ നടത്തിയതിന്റെ പേരിൽ ആരും കൺട്രോൾ ചെയ്യാനൊന്നും പോകുന്നില്ല. അവരുടെ ആസ്പിറേഷൻസ് ഇല്ലേ, ആസ്പിറേഷൻ ലെവൽ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ അതിനുള്ള പരിഹാരം എന്താണ്? അതെ, കോർപ്പറേറ്റ് ലെവലില് ഇനിയും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് അവര് വീണ്ടും മുന്നോട്ട് വെക്കുക തന്നെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? ഇതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് ഒന്ന്, കോളേജ് ലെവലിൽ തന്നെ ഈ ട്രെയിനിങ് പീരീഡിന്റെ ഇടയ്ക്ക് തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, വർക്ക് എന്താണ്, ലൈഫ് എന്താണ്, ജോലി എന്താണ്, നമ്മുടെ ആ ഒരു ബാലൻസ് എന്താണെന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഈ കുട്ടികൾക്ക് അതിനുള്ള ഒരു സെഷൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എങ്കിലും ആ രീതിയിൽ എടുക്കണം. പല സമയത്തും ഇല്ല. ഞങ്ങളൊന്ന് മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ ജോലി ചെയ്യുന്നുള്ളതല്ലാതെ വേറെ യാതൊരു പരിപാടികളും ഇല്ല. ഇങ്ങനെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നോ അതിനടുത്ത് ശ്രദ്ധിക്കേണ്ട എത്തിക്സ് എന്താണോ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമോ അങ്ങനെയൊന്നുമില്ല. ചിലര് പരീക്ഷയ്ക്ക് തോറ്റു പോകുമ്പോൾ അവർ സൂയിസൈഡ് ചെയ്ത 1-2 സിറ്റുവേഷൻസ് എനിക്കറിയാം. അത് പരീക്ഷയ്ക്ക് അവർ ആ ഒരു ടോട്ടൽ ഇതിനകത്ത് ഈ കോഴ്സിനകത്ത് ബാക്കിയുള്ളവരുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലോ. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ എടുക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള സംഗതിയാണ്. അതാണ് ഈ വിട്ടുപോകുന്നത് പല സമയത്തും. പിന്നെ നോന്ന് പറയേണ്ടടുത്ത് നോന്ന് പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. പല സമയത്ത് നോന്ന് പറയേണ്ടടുത്ത് കുട്ടികൾ നോന്ന് പറയില്ലയാണ്. പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അവർ പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരിയറിനെ ബാധിക്കും, അവർക്ക് പ്രൊമോഷനെ ബാധിക്കും. അത് ഏകദേശം പ്രൊമോഷൻ തൊട്ടടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. എനിക്ക് അതിനുള്ള സിറ്റുവേഷൻസ് പലതും അറിയാം. അപ്പോ അത് പറയാനായിട്ട് കുട്ടികൾക്ക് പ്രാപ്തരാക്കണം. പേരൻസിന് കുട്ടികളുമായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. പല സമയത്ത് ഇതിന് രണ്ട് ലോകത്തിലാണ് ജീവിക്കുന്നത്. കുട്ടികൾ അവരുടെ ഒരു വാട്സാപ്പ് ലോകത്തിൽ ജീവിക്കും, പേരൻസ് അവരുടെ വേറൊരു ലോകത്തിൽ ജീവിക്കും. ഇവർ തമ്മിൽ കാണുക അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തെങ്കിൽ സംസാരിക്കുക എന്നുള്ളതല്ല, ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, മോഡറേഷൻ ഇൻ എവരിതിങ്. എല്ലാ കാര്യത്തിലും മോഡറേഷൻ ആണ്. സന്തോഷമാണേലും സങ്കടമാണേലും സെലിബ്രേഷൻ ആണേലും സക്സസ് ആണേലും ഫൈനാൻസ് ആണേലും എല്ലാം മോഡറേഷൻ ആണ് എല്ലാവരും നമുക്ക് സന്തോഷം തരുന്നത്. വണ്ടി ഓടിക്കുന്ന സ്പീഡാണെങ്കിൽ പോലും മോഡറേറ്റ് സ്പീഡാണ് ഏറ്റവും സേഫ്. അപ്പോ ഈ ഒരു കീവേഡ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയത്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാവുന്നതില്ല ഏറ്റവും വെൽത്തിയസ്റ്റ് പേഴ്സൺ. ഏറ്റവും വെൽത്തിയസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞത് ഏറ്റവും മനസ്സിന് സന്തോഷമുള്ള ആളാണ്, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളാണ്. അത് എല്ലാവരും ഈ ബാലൻസ് ആയിട്ട് പോകുമ്പോഴാണ് അവർക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ്. അപ്പോ കോർപ്പറേറ്റ് സ്ട്രെസ് ലെവലിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും ഇപ്പോ സാറിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാറ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അപ്പൊ ഈ ഹെൽത്ത് കെയറിലെ ഇപ്പൊ പേഷ്യന്റ് ആയിട്ട് ഇപ്പൊ എസ്പെഷ്യലി കാർഡിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വളരെ സീരിയസ് കണ്ടീഷൻ ആയിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസിനെ സാറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും സാറിന് ചെറുപ്പം കാലത്ത്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ വരുമ്പോൾ സാർ എങ്ങനെയാണ് ഇതിന് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്തത്? അത് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അറിയാൻ ഭയങ്കര പൊതുവായി. നമുക്ക് ഈ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മുടെ മുമ്പിൽ വളരെ സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് വരും. ഈ പേഷ്യൻസ് വളരെ സിക്ക് ആയിട്ടുള്ള ചില പേഷ്യൻസ് രക്ഷപ്പെടും, ചില പേഷ്യൻസ് രക്ഷപ്പെടില്ല. അപ്പൊ ചില പേഷ്യൻസ് നമുക്ക് എല്ലാ പേഷ്യൻസിനും നമുക്ക് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. എന്നാലും ചില തീർത്തും നമുക്ക് രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന പേഷ്യൻസ് പോകുമ്പോൾ നമുക്ക് പിന്നെ ലോകത്തിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്രമാത്രം നമുക്ക് സന്തോഷം തോന്നും. അതുപോലെ തന്നെ
തീരെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പേഷ്യൻസ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ വരുമ്പോൾ അതുപോലുള്ള വിഷമം തോന്നാറുണ്ട്. അപ്പൊ ഒരു പോയിന്റ് ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്താണേലും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. നമ്മൾ ഈ പേഷ്യൻസിന് കൂടെ കരഞ്ഞ് സത്ത് വരുമ്പോൾ നമ്മൾ അവിടെ കൂടെ ഇരുന്ന് കരയാന്നുള്ളതല്ല വേണ്ടത്, നമ്മൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളത് ഡിസോസിയേറ്റ് ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഈ കേസസ് എല്ലാം നമ്മൾ ആദ്യ കാലത്തൊക്കെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1-2 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വരാറുണ്ട് വിശ്വസം. പക്ഷെ അതുപോലെ സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മളത് യൂസ് ആവും, ബാലൻസ്ഡ് ആയി. പിന്നെ എങ്ങനെ അത് മാനേജ് ചെയ്യണം നമുക്ക് പഠിക്കാം. കാരണം ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വഴികളിലൂടെ പോകുമ്പോഴാണെങ്കിൽ ഈ ആംബുലൻസിന്റെ സൈറൻ മുഴക്കി ആംബുലൻസ് പോകുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, ആൾക്കാർ വഴിമാറി കൊടുക്കുക. അപ്പൊ അതിനുള്ളിൽ ഇരിക്കുന്ന ആൾ എന്തൊക്കെയായിരിക്കും, ഈവൻ ഫാമിലി മെമ്പേഴ്സ് തന്നെ എന്തൊക്കെ ടെൻഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇതേ പേഷ്യന്റ് നേരെ വന്നിട്ട് ഐസിയുവിൽ വന്ന് കയറുമ്പോഴത്തേക്കും ഐസിയുവിനകത്ത് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ. അപ്പൊ ഇതെല്ലാം ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ഇത്രയും ആൾക്കാർ കൊണ്ടു തരുന്ന സാറിന്റെ കയ്യിലാണ്, ഡോക്ടറിന്റെ കയ്യിലാണ് ജീവൻ കൊണ്ട് തരുന്നത്. അപ്പൊ അത്രയും സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ആസ് എ ഡോക്ടർ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നമ്മൾ ഒരു സിംഗിൾ കേസ് അല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു നമ്മൾ എക്സൈറ്റഡ് ആവാതെ തന്നെ ഇങ്ങനെയുള്ള ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കും. അപ്പൊ അങ്ങനെ അതേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പല സമയത്ത് നമ്മൾ വിത്ത് കുറെ നാൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു കാരണം നമ്മൾ അത് ഇമോഷണലി നമ്മൾ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് ഒരു വളരെ സിക്കായിട്ട് ടെർമിനൽ ആയിട്ട് ഒരു സിങ്കിങ് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും കറക്റ്റ് ആയിരിക്കണം. ചില സമയത്ത് ഒരു ഡിസിഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഡിസിഷൻ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ചിലപ്പോൾ ഒരു പാളിച്ച വരുമോ ഡിലേ വരുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട്കം മാറിപ്പോകും ടോട്ടലായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു കറക്റ്റ് ഡിസിഷൻ ആയിരിക്കണം. അപ്പൊ ഇത് നമുക്ക് ആ ഒരു സ്ട്രെസ് കൂടാതെ തന്നെ ചെയ്യാനുള്ള ഒരു കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ സാധിക്കും. അങ്ങനെയാണ് ഇപ്പൊ ഇതിനെ ഓർഗൻ ചെയ്യുന്നത്. സാർ ഈ ചെറുപ്പക്കാരനോട് സാറിന് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ബിക്കോസ് ഇത് ഹാർട്ടിനെയാണല്ലോ ഇമീഡിയറ്റ് ആയിട്ട് ബാധിക്കാൻ സാധ്യത. നമ്മൾ കാണുന്ന ന്യൂസസ് ഒക്കെ അതേപോലെ തന്നെയാണ്. അപ്പം ഇവരോട് സാറിന് പറയാനുള്ള അഡ്വൈസ് എങ്ങനെയാണ് അവർക്ക് സ്വയം അവരുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്? ചെറുപ്പക്കാരോട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അഡ്വൈസ് പറയാൻ മാത്രമുള്ള യോഗ്യത എനിക്കില്ല. കാരണം ഇവര് ജോലി ഇതുപോലെ തന്നെ അതുപോലെ നിലം തൊടാതെ ജോലി ചെയ്താൽ ഞാൻ ആ സമയത്ത് പോകുന്നത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നു, ഈ രീതിയിൽ ജോലി ചെയ്യണമെന്നായിരുന്നു നമ്മളെ അടുത്ത് എല്ലായിടത്തും പറയുന്നത്. അതായത് രാത്രിയില് തിങ്കളാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് സൂര്യനെ ശ്രമിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം എന്നുള്ള രീതിയിലായിരുന്നു പല സമയത്തും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, അത് ശരിയല്ലായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഇന്ന് പലരും ഉപദേശിക്കുന്ന പോലെ നോന്ന് പറയേണ്ട സമയത്ത് നോന്ന് പറയണം എന്ന് സാധിക്കില്ലായിരുന്നു എന്ന് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് അറിയാം. പല സമയത്ത് നമുക്ക് നോന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ഒരു പ്രൊമോഷനോ ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു ഇതോ സിറ്റുവേഷനോ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പല സമയത്ത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് വളരെ ക്ലിയർ ആണെന്ന് അറിയുമെങ്കിൽ പോലും നമ്മളത് വിടാതിരിക്കുന്ന സിറ്റുവേഷൻ, അതൊക്കെ കുറെ സ്ട്രെസ്ഫുൾ ആണ്. അത്രയും സ്ട്രെസ്സിൽ കൂടെ നമ്മൾ പോകണം ശരിക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ രീതി. പക്ഷെ ഇന്നത്തെ രീതിയിൽ മേ ബി അന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും അങ്ങനെ ഒരു ചെറുപ്പത്തിൽ തന്നെ ആ ഒരു സ്ട്രെസ് ഒന്നും ശീലിച്ച് വരാത്ത കൊണ്ടും കൂടി ആയിരിക്കും ചെറിയൊരു എക്സാമിന് തോറ്റു അല്ലെങ്കിൽ ഒരു സെലക്ഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്നെ ബ്രേക്ക് ഡൗൺ ആകുന്നതിന്റെ ഒരു കാരണം അതായിരിക്കും. കാരണം അവര് വളർന്നു വരുന്ന രീതിയിൽ ആ ഒരു 25-30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള സ്ട്രെസ് സ്ട്രെയിനോ ഒന്നും കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. അപ്പൊ അവര് യൂസ്ഡ് അല്ല. അങ്ങനെ ഒരു സ്ട്രെസ് ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ് ഒക്കെ കിട്ടി. ഇപ്പൊ ഇന്ന് കുട്ടികളെ ആരെങ്കിലും അടിക്കാൻ പറ്റും സ്കൂളിൽ? ഒരു കുട്ടിക്ക് പോലും ഒരടി പോലും കിട്ടില്ല. ഞങ്ങളുടെ ഓർക്കുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ എല്ലാവർക്കും മിക്കവാറും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അടി കിട്ടാതിരിക്കാവുന്ന ഒരു ലോട്ടറിയാണ്. അപ്പൊ അന്നൊക്കെ അതുപോലത്തെ ഒക്കെ ഉള്ള ഇത് ഒരു ട്രെയിനിങ്ങും ഒരു റിജറസിൽ കൂടെയാണ് ഞങ്ങളുടെ ജനറേഷൻ വന്നത്. അപ്പൊ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല വന്നത്. ഏതോ ഒരു സ്കൂളിൽ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാരെയാണ് വഴക്ക് പറഞ്ഞത്. ആ ലെവലിൽ വരെ എത്തിയ കാര്യമില്ല. അപ്പോ ഇന്ന് കാലങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികള് അടുത്ത ജോലിക്ക് കയറി കഴിയുമ്പോൾ അവിടെ വരുന്ന ഒരു ചെറിയൊരു സ്ട്രെസ് അവർക്ക് താങ്ങാൻ പറ്റില്ല. ദേ ആർ നോട്ട് ഫിറ്റ്, റെഡി അല്ല, എക്യുപ്ഡ് അല്ല. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ. സോ ഐ തിങ്ക് ഇപ്പൊ കുട്ടികളോടൊപ്പം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മൾ സ്വന്തം കാര്യം നമ്മൾ നോക്കണം, സ്വന്തം നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കരുതണം. എവറിത്തിങ് ഇൻ മോഡറേഷൻ. താങ്ക് യു സർ.
താങ്ക് യു.